ഹലോ ഗൈസ്, വീണ്ടും ഒരു യാത്രയുമായി നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ യാത്ര വിസ പുതുക്കൽ മഹാമഹം എല്ലാ കൊല്ലമുള്ള റിച്വലാണിപ്പോൾ. ഈ വേള റെഡിങ് കിട്ടിയില്ല ഗൈസ്. റെഡിങ് ആയിരുന്നു സൗകര്യം, അടുത്തായിരുന്നു. ഈ വേള നമ്മൾ ലണ്ടൻ വരെ പോകണം, ഫാർ അവേ. അപ്പോൾ അതെ, നല്ല ക്ലൈമറ്റും വെരി ഹെവി ചൂടും ആയതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ സാഹചര്യമാണ്, പ്രത്യേകിച്ച് ട്രെയിനിൽ. സോ എ സി ഉണ്ട്, എന്നാലും ചൂടാണ്. അതെ, ചൂടാ കാര്യം 30 ഉള്ളെങ്കിലും ഒരുമാതിരി കുത്തിയുള്ള ചൂടാണ്. സോ ഹാർഡ്. സോ എനിവേസ് നമ്മൾ പോകുന്നു ഗൈസ്, നമ്മൾ പോകുന്നു. ചൂടിനൊരു ശമനത്തിന് മേടിച്ച ഇഷ്ടപ്പെട്ടില്ല. മാംഗോ ആൻഡ് പീച്ച്. ഫാരങ്കണിലെത്തി ഗൈസ്. ഫാരങ്കണിയിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോയിൻമെൻറ്റിൻ്റെ പ്ലേസ് ഒരു 10-12 മിനിറ്റ്സ് നടക്കണം. അപ്പോൾ വി ആർ ഗോയിങ് ഹെഡിങ് ദ. അതെ, നമ്മൾ ബാർബിക്യൂവിലെത്തി ഗൈസ്. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ്. അതെ, പണ്ട് നമ്മളിവിടെ ഒരു ആവശ്യത്തിന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മ അയവിറക്കിയായിരുന്നു. നമ്മളിനി 10 മിനിറ്റ്സ് ഇവിടുന്ന് വാക്ക് ചെയ്യണം. എസെൻഷ്യലി ടുഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ ഓൺ വിസ. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഡിസിഷൻ വരെ ദാറ്റ്സ് ഓക്കെ. ഇന്നാണ് ലാസ്റ്റ് ഡേ ഓഫ് ദ വിസ. ഈ വേളയെല്ലാം ഇറ്റ്സ് എ ബിറ്റ് ലേറ്റ് ദ പ്രോസസ്. സോ വി ആർ ഹെഡിങ് ദ. നമ്മൾ സ്ഥലത്തെത്തി ഗൈസ്. വി ആർ വെയിറ്റിംഗ്. റെഡിങ്ങിലെ പോലെയല്ല, സെറ്റ് ഹോൾ ഡിഫറെൻറ്റ് സ്റ്റോറി ഹിയർ. ലെറ്റ്സ് സീ. ഗൈസ്, അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. അടുത്ത സഡൻ തീരുമാനം, നമ്മളിവിടെ നേരെ ബ്രൈറ്റൺ പോകുന്നു. തികച്ചും അൺപ്ലാൻഡ് ആണ്. നമുക്ക് പ്ലെൻറ്റി ഓഫ് ടൈം ഉള്ളതുകൊണ്ട് we are going to Brighton, so we get a direct train from Farringdon. So let's go guys. Beach time, Michael, beach time. വിസ അപ്പോയിൻമെൻറ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. വെയിറ്റിംഗ് ഫോർ ഇറ്റ് now. In about 10 minutes ഒരു ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. സോ വി ആർ ഗോയിങ് ദർ ടു ബോർഡ് ദ ട്രെയിൻ. ടിക്കറ്റ് എടുക്കണം. എല്ലാം സഡൻ ഷഡ്ബടി എന്നുള്ള പ്ലാൻ ആയിരുന്നുണ്ട്. ടിക്കറ്റ് ഒന്നുമില്ല ഗൈസ്, എടുക്കണം. യു ഹാവ് ടു വെയിറ്റ്. ഫേമസ് ഗോർഡൻ റാംസയുടെ റെസ്റ്റോറൻ്റാണ് റെഡിങ്ങിൽ ഇപ്പോൾ അത് ഓപ്പൺ ആക്കിയത്. ഫേമസ് സെലിബ്രിറ്റി ഷെഫ് ഗോർഡൻ റാംസെ. അപ്പോൾ റെഡിങ്ങിൽ ഇപ്പോൾ അത് ഓപ്പൺ ആക്കിയതാണ് നേരം പറഞ്ഞത്. ഇവിടെ കുറേ ഫുഡ് ജോയിൻസ് ഉണ്ട്. ഹണി പോക്ക് സോ കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കാൻ നേരമില്ല. എവിടെ സ്റ്റേഷനൊക്കെ എവിടെ ആവാ? ഗോഷ്. ടിക്കറ്റ് എടുത്തു ഗൈസ് ടു ബ്രൈറ്റൺ. നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് പോവാണ്. ഷെഡപടി ഇപ്പോൾ ട്രെയിൻ വരും ഗൈസ്. അതൊരു ബാച്ചിലേഴ്സ് പാർട്ടിക്ക് പോവാണ്. സോ ഈ വ്യൂ ഒന്നും നമ്മുടെ അവിടെ കാണാറില്ല. ട്രെയിൻ വന്ന് ഗൈസ് ടു ബ്രൈറ്റൺ. മൈക്കിൾ ഉറങ്ങി ഗൈസ്. fast asleep. One more stop to go to Brighton.
ഗൈസ്, അങ്ങനെ നമ്മൾ ബ്രൈറ്റണിലെത്തി. മോസ്റ്റ് വൈബ്രൻറ്റ് സിറ്റി എന്ന് പറയപ്പെടുന്നു. ആൻഡ് ഗേ ക്യാപിറ്റൽ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് പറയുന്നത്. സോ ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേനും തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. അടുത്ത 2 ദിവസത്തേക്ക് തിരക്കായിരിക്കും ഇവിടെ. സോ നമ്മളങ്ങനെ ബ്രൈറ്റണിലെത്തി ഗൈസ്. വിസ അപ്പോയിൻമെൻറ്റ് പോയാൽ നമ്മൾ ബ്രൈറ്റണിലെത്തി. സോ ബ്രൈറ്റണിൽ നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? 23 മൈക്കിൾ ഉണ്ടായി 6 മാസമായപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ. ഇറ്റ് വാസ് ഫൺ. അന്നത്തെ ഇവൻസുകളൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ട്. സോ അന്ന് പോയ വഴികളിലൂടെ ഒക്കെ പോയി നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ചേഞ്ച്ഡ്. ഫുള്ള് ഹൈ സ്ട്രീറ്റ് പോലെ ഇങ്ങനെ കടകളാണ്, കളർഫുൾ ഷോപ്പുകളും ബിൽഡിങ്ങുകളും. ഈ റോഡ് സ്ട്രെയിറ്റ് ലീഡ്സ് ടു ദ ബീച്ച്. ബസ്സിനുകാരൊക്കെ പോവാം, ബട്ട് നടന്നു പോകുന്ന അതിൻ്റെ ഒരു വൈബ്. സോ യു ആർ വാക്കിംഗ്. ഇതൊരു മലയാണ്. താഴോട്ടൊക്കെ കുഞ്ഞു ആലിവൈസ് സ്ട്രീറ്റ്സും ഒക്കെ ഉണ്ട്. എല്ലാം വൈബ് പ്ലേസുകളാണ്. നമുക്കിന്ന് എല്ലായിടത്തും പോകാൻ ടൈം കിട്ടുമോ എന്നറിയില്ല. മൈക്കിൾ ബ്രൈറ്റണിലെത്തി ഉറങ്ങി എണീറ്റപ്പം ഇവിടുത്തെ പാർട്ടിയാണ് ദ ലേഡി ബോയ് ഓഫ് ബാങ്കോക്ക്. യു ക്യാൻ ഫൈൻഡ് ദീസ് പാർട്ടീസ് ഹിയർ ഇൻ ബ്രൈറ്റൺ. നമ്മൾ സഡൻലി വന്നതാണ്. ഞാനോർത്ത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും വലിയ ആളൊന്നും കാണില്ല. ബട്ട് സീംസ് ലൈക്ക് ഐ വാസ് റോങ്. ഫ്രൈഡേ ആണ്. സോ എല്ലാവരും ഒന്നെങ്കിൽ എയർലൈറ്റ് ഓഫീസ് ലോഗ് ഓഫ് ചെയ്തിട്ട് ചാടിയതായിരിക്കും വീക്കെൻഡിന് വരാൻ. എനിവേസ് ഭയങ്കര ഹ്യൂജ് ക്രൗഡാണ് കേസ് ഇവിടെ. ഐ ഡിഡ്ന്റ് ആൻറ്റിസിപ്പേറ്റ് ദിസ്. സൂപ്പർ വൈബ് കടകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട് ഇവിടെ. നൈസ് ആംബിയൻസ് ആണ്. ടാറ്റു ഉണ്ട്, നെയിൽസ് ഉണ്ട്, വെയ്പ്പുണ്ട്, യു നെയിം ഇറ്റ്. പാർട്ടി ചെയ്യാൻ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഗൈസ്. ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അന്ന് ഞങ്ങൾ വന്നപ്പം ഇതേ കടയിൽ നിന്നാണൊരു ഗ്രീക്ക് ഗൈറോസ് ഫ്രാപ്പ് മേടിച്ചത്. അപ്പോൾ അവിടുന്ന് വീണ്ടും മേടിക്കാൻ നോക്കും. പിറ്റ ഗൈറോസ് റാപ്പ് ഒരു ഷോർട്ട്സ് മേടിച്ചു ഗൈസ്. ഇങ്ങോട്ട് വരാൻ പ്ലാനില്ലാഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. സോ പാൻറ് ഇട്ടുകൊണ്ട് വലിയ പാടാണ്. സോ ഒരു ഷോർട്ട്സ് സെറ്റ് ചെയ്തു. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഗൈസ്. അല്ലേ പാൻറ് മുഴുവൻ ചൂത്തയാവും. അതുകൊണ്ട് താൽക്കാലികമായൊരു ഷോർട്ട്സ് മേടിച്ച് സെറ്റ് ചെയ്തു. സോ നൗ വി ആർ ഹെഡിങ് ടുവേർഡ്സ് ദ ബീച്ച്. അങ്ങനെ നമ്മൾ കടൽ തീരത്തടുത്ത തറൈ ഗൈസ്. കോസ്റ്റ്യൂം ചേഞ്ചൊക്കെ കഴിഞ്ഞ് ഹെഡിങ് ടു ദ ബീച്ച്. ഫുൾ കളർഫുൾ ആൻഡ് വൈബ്രൻ്റ് ആണ് ഗൈസ് ഇവിടെ. സിംസൺസിൻ്റെ ഒരു ഗ്രാഫിറ്റി അവരവിടെ വരച്ച് വെച്ചിരിക്കുന്നു. കൊള്ളാം, നൈസ് സാധനം. ഫുൾ വൈബ്രൻ്റ് ആണ്. നമ്മളിപ്പം സിറ്റിയുടെ ഒരു ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ടാണ് ഇവിടെ ഫുൾ റെസിഡൻഷ്യൽ അല്ലെ എയർബിഎൻബി സാധനങ്ങളാണ് കൂടുതലും. Facing towards the beach. അങ്ങനെ നമ്മളെത്തി ഗൈസ്. ബീച്ച് സൈഡിലെത്തി. ഫുള്ള് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും നമ്മുടെ വേമോത്ത് വീഡിയോയിലെ പോലെ സെയിമാണ്. ഇതാണ് ഗൈസ് ലണ്ടൻ. ലണ്ടൻ അല്ലല്ലോ, ബ്രൈറ്റൺ I360 എന്ന് പറയുന്നത്. ആ ഒരു ട്യൂബിലൂടെ മുകളിലോട്ട് പോകും, ഇറങ്ങി നമുക്ക് ഫുൾ ബ്രൈറ്റണും അതിനോട് പറ്റിയ
കോസ്റ്റ് മുഴുവൻ കാണാം. നമ്മൾ പണ്ട് വന്നപ്പോൾ നമ്മളവിടെ പോയിട്ടുണ്ട്. സോ ദിസ് ഇസ് വൈബ്രന്റ് ബ്രൈറ്റ് ആൻഡ് ബീച്ച് സൈഡിൽ ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോള്, പിന്നെ ചില ആൾക്കാരിങ്ങനെ സ്ലാക്കിങ്ങും അവരവരുടെ ടാലൻറ്റ് ഷോയും ഒക്കെ ഉണ്ട്. ബീച്ച് സൈഡിലും ബ്രിസ്റ്റോയിലും ഒക്കെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്, റിലാക്സ് ചെയ്ത്. ഫുൾ കളർഫുള്ളാണ് ഗൈസ് ഇവിടെ എല്ലാം. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷാക്കുകളൊക്കെ ഉണ്ട്, കളറൊക്കെ അടിച്ച് സെറ്റപ്പാണ്. അതുകൂടാതെ ഇങ്ങനത്തെ ലൈവ് മ്യൂസിക്കും പരിപാടികളും, പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ബ്രിസ്റ്റോകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ആണ് ഈ ബീച്ച് പിയറിൻ്റെ സൈഡിലും റോഡിൻ്റെ താഴ്ഭാഗത്തും എല്ലാം. നമുക്ക് ആലപ്പുഴയിലും ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ നൈസായിരിക്കും. ആലപ്പുഴ അതിന് പറ്റിയ സ്ഥലമാണ്. വലിയ കോസ്റ്റൽ ലൈൻ ഉണ്ടല്ലോ, നല്ല തിരക്കാണ് കേസ് ഇവിടെ. നല്ല ചൂടാണ് കേസ്, പക്ഷേ ലാസ്റ്റ് വീക്കിലെ അപേക്ഷിച്ച് ഫാർ ബെറ്ററാണ്. 23 ഒക്കെ ഉള്ളൂ. ലാസ്റ്റ് ഡേയ്സിൽ 32, 35 ഒക്കെ വരെ പോയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് മച്ച് ബെറ്റർ. അതെ, ഇന്നിപ്പോൾ എത്ര 22 ഒക്കെ ഉള്ളൂ. നമുക്ക് വലിയ വിഷയമില്ല. ഫിഷിംഗ് മ്യൂസിയം എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ബോട്ടും എല്ലാം. ഇതൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മെയിൻ റോഡിൻ്റെ താഴ്ഭാഗത്താണ് ഈ കൺസ്ട്രക്ഷൻസും ബിൽഡിങ്സും എല്ലാം. സോ അതുകൊണ്ട് കടകളൊക്കെ ബീച്ചിനോട് ചേർത്ത് ബിൽഡ് ചെയ്യാൻ ഭയങ്കര കൺവീനിയൻറ്റ്. പ്ലൈനിങ് വാസ് ഗുഡ്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കഴിച്ച ഇവിടെ. ഈ സീ ഫുഡ് ഐറ്റംസ് ആണ് കൂടുതലും. പ്രോൺസ്, ക്ലാംസ്, ഷെൽസ് എല്ലാം നമുക്കിത് മേടിച്ച് കഴിക്കാൻ കുഞ്ഞു പാത്രത്തിൽ. എന്നെപ്പോലെ അലർജി ഉള്ളവരത് കഴിച്ചാൽ സീനാവും. ഇവിടെ എല്ലാം ഫുൾ റൈഡ്സ് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഈ ബീച്ച് സൈഡിലെല്ലാം മോസ്റ്റ്ലി പണ്ട് പിയർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ആ പിയർ കൾച്ചർ കുറവാണ്. ആൻഡ് ബ്രൈറ്റൺ പിയർ ഈസ് വെരി ഫേമസ്. അത് സ്റ്റിൽ ഗോയിങ് ഓൺ, ഇപ്പോഴും പോകുന്നുണ്ട്. അത് ഐ മീൻ വർക്കിംഗ് ആണ്. അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ അതൊന്നും റൈഡിനൊന്നും പോകുന്നില്ല, മുന്നേ പോയിട്ടുണ്ട്. സോ ജസ്റ്റ് വാണ്ടഡ് ടു ഗോ ആൻഡ് സീ. ബീച്ച് വരുന്നവർക്കുള്ള ആക്സസറീസ് എല്ലാം ഈ റോഡ് സൈഡിൽ തന്നെ, ഈ ബീച്ച് സൈഡിൽ തന്നെ ഉണ്ട്. നമുക്ക് മേടിക്കാം. യു നെയിം ഇറ്റ്, എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. ചെരുപ്പായിട്ടും ടോയ്സായിട്ടും വാട്ടർ, പിന്നെ ഫ്ലോട്ടീസും അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇവിടെ. ഡ്രസ്സായിട്ടും എല്ലാം, എവറിത്തിങ് ഈസ് അവൈലബിൾ. ഫുൾ ഹിപ്പി ഐറ്റംസ് ആണ് ഗൈസ്. സെൽറ്റിക് കാവിങ്സും ഒക്കെ. ഇവൻ അവരുടെ സ്റ്റാൻഡ് പോലും കിടലായിട്ടുണ്ട്. ഇതാണ് ഗൈസ് ലണ്ടൻ പിയർ, ബ്രൈറ്റൺ പിയർ. നമ്മളവിടെ പോയിരുന്നാൽ മതി, കാരിക്കേച്ചർ വരച്ച് കിട്ടും. ലണ്ടനിലുള്ള സൈറ്റ് സീയിങ് ബസ് ഇവിടെയുമുണ്ട്. അപ്പോൾ ഓവർ ദ കോസ്റ്റ് ഇങ്ങനെ പോവും. നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി, കോസ്റ്റ് മുഴുവൻ കണ്ടുപോകാം. സോ ഇത് റോഡ് സൈഡിലാണ്. ഇതിങ്ങനെ ഓരോ കച്ചവടക്കാരും ആർട്ടിസ്റ്റുകളും ഒക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും ചുടു ബിസിനസ്. ബീച്ച് താഴെയായിട്ടാണ്, അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.
So that's Brighton. That's it guys, നമ്മൾ പിയറിൽ കയറി. ബ്രൈറ്റൺ പിയർ. അഡ്മിഷൻ £1 അപ്പോൾ അത് നമ്മൾ എടുക്കണം, ക്യൂ നിന്നെടുക്കണം. അത് കഴിഞ്ഞ് റൈഡ്സ് എല്ലാം വേറെ. ഇഫ് യു നമുക്ക് ഡിസൈഡ് ചെയ്യാമോ റൈഡ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്, അതിൻ്റെ വേറെ പൈസയാണ്. ഇത് അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു പിയറാണ്. ബാക്കി 1, 2, 3 സ്ഥലങ്ങളിൽ പോയിടത്തൊക്കെ ഇത്രയും മെയിൻറ്റെയിൻഡ് അല്ല. ബ്രൈറ്റണിലെ പിയറാണ് ഇച്ചിരി കുറച്ചുകൂടെ മെയിൻറ്റെയിൻഡ്, ബെറ്റർ റൈഡ്സും അപ്ഡേറ്റഡ് റൈഡ്സും ഒക്കെ. പെൻസാൻസിലാണേലും പെങ്ടണിലാണേലും വേമോത്തിലാണേലും ഇത്രയും വേമോത്തിൽ പിയർ ഇല്ലായിരുന്നു. ഇത്രയൊരു എന്തുവാ, ദേ ആർ നോട്ട് കീൻ ഇൻ മെയിൻറ്റെയിനിങ് ഇറ്റ് ഇൻ റൈറ്റ് ഷേപ്പ്. സോ പെയിൻറ്ററിലെ ഒരു ഡെഡ് സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. അറിയാം, ഇവിടെ നമുക്ക് കോസ്റ്റൽ ലൈൻ കാണാം. പാഡിൽ ബോട്ട് ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഒരു സെക്യുലൻറ്റ് പ്ലേസ് ഉണ്ട്. ഇവിടെ ആകുമ്പോൾ വലിയ തിരക്കില്ല, അതുകൊണ്ട് അവിടെയും വരുന്നവരുണ്ട്. Plush toy, Pikachu. നല്ല തിരക്കുണ്ട് ഗൈസ് ഇവിടെ, വിചാരിച്ച പോലെയല്ല. ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ വൺ ഓഫ് ദ മെയിൻ പ്ലേസ് ആണ് ഇവിടെ. അപ്പം പിയറിലും കിട്ടും, നമ്മുടെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ബീച്ച് സൈഡിലുണ്ടായിരുന്ന കടകളിലും ഒക്കെ കിട്ടും. ഫെയർലി ഫ്രഷ് ഫിഷ് കിട്ടും ഇവിടെ. ഈവൻ ദോ ചില കടകളിലൊക്കെ നമ്മളെ പ്രോബബിളി പറ്റിക്കും. ചിലയിടത്ത് നല്ല ഫ്രഷ് ഫിഷ് കിട്ടും, നല്ല ടേസ്റ്റാണ്. ഫ്രഷാണല്ലേ കൊള്ളുള്ളൂ. പക്ഷെ നമ്മുടെ മീൻകറിയുടെ അത്ര ഒന്നും വരില്ല. പിന്നെ ഇവർക്ക് ഇതാണ് അവരുടെ ഫിഷ് ഓപ്ഷൻ. ഇതർ ഫിഷ് ആൻഡ് ചിപ്സ് ഓർ ഗ്രിൽഡ് ഫിഷ്. വലിയ റൈഡ്സ് ഉള്ളിടത്തോട്ട് നമ്മൾ പോവാണ് ഗൈസ്. പലതരം മ്യൂച്വൽ റൈഡ്സ് എല്ലാ പേരിലുള്ള പോലൊക്കെ തന്നെ, പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലുണ്ട് സാധാരണ ബാക്കിയുള്ള പേഴ്സിനേക്കാളും, ലൈക്ക് ഐ മെൻഷൻഡ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഫുഡ് സ്പോട്ട് ഒരുപാടുണ്ട്, അതാണ് മെയിൻ ബിസിനസ്. ഫോട്ടോ ഫ്രെയിമാണ് ഗൈസ്, നമുക്ക് മുഖം കൊണ്ട് നോക്കാം. ഫിഷ് ആൻഡ് ചിപ്സ്. ഓരോ ഗെയിംസ് റൈഡ്സ് ഒക്കെയാണ് ഇത്. ഇങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ഈ പ്ലസ് ടോൾസ് കിട്ടും. സോ അതാണ് പരിപാടി മോസ്റ്റ്ലി. ഇത് ലാസ്റ്റ് ടൈം എന്താ നമ്മൾ കയറി ഓർമ്മയുണ്ടോ? അന്ന് ഓൾറെഡി മഴ പെയ്ത് മുഴുവൻ നനഞ്ഞായിരുന്നു. ഈ റൈഡ് കയറി ബാക്കി കൂടെ നനഞ്ഞു. പിള്ളേരുടെ ഇടയിലെ വലിയൊരു വിനോദമാണ് ട്രാംപോലിൻ. അതെ, ഏതെങ്കിലും റൈഡ് കയറണമെങ്കിൽ നമ്മളിതുപോലൊരു കാർഡ് എടുക്കണം. എന്നിട്ട് ആ റൈഡിന് വേണ്ട ചാർജുള്ള പൈസ ലോഡ് ചെയ്യണം. അങ്ങനെയാണ്. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് ഹിയർ. ട്രാംപോലിനാണ് ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്താൽ നമുക്കിങ്ങനെ അഡൾട്ട്സിന് പറ്റത്തില്ല,
നിശ്ചിത വെയിറ്റും ഹൈറ്റും ഉള്ളവർക്കേ പറ്റും. അഡൾട്ട്സിൻ്റെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ എന്തുവാ എന്ന് പറയാം, ആ ഒരു റെസിസ്റ്റൻസ് ഉള്ള ട്രാംപോലിനാണല്ലേ പറ്റുള്ളൂ. അതാണ് ബ്രൈറ്റൺ പിയറിലെ ആ ഒരു റോളർ കോസ്റ്റർ റൈഡ് ബിസൈഡ്സ് ദ ഓഷ്യൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓഷ്യനാണ്. ഇതാണ് ക്രേസി മേഴ്സ് എന്നാണ് പേര്. അത് ആ ക്ലിഫ് പോലെ ആ അറ്റത്ത് ഇതാണ് ഓഷ്യൻ. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഈവൻ മോർ സ്കാരിയർ. ഫുൾ റൈഡ്സ് ആണ് ഗൈസ് ഇവിടെ. റൈഡ് കയറുക, കാറുക. യൂഷ്വൽ ഗിഫ്റ്റ് ഷോപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് താഴെ ഉള്ളതിനേക്കാൾ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും മുകളിൽ. ഇതാണ് ഗൈസ് ആർക്കേഡ്. ഇങ്ങനത്തെ ആർക്കേഡിൻ്റെ 2 ഡോമുണ്ട് ഇതിനകത്ത് ഈ പിയറിന്. നമുക്ക് പൈസ ലോഡ് ചെയ്തിട്ട് കളിക്കാം. ബീച്ചിലെത്തി ഗൈസ്. പെബിൾ ബീച്ചാണ്, സാൻഡല്ല. അപ്പം ഇച്ചിരി പാടാണ്. ഓക്കെ, ഏതായാലും വെതർ കറക്റ്റ് വെതറാണ്. ഭയങ്കര ഹോട്ടും ഇല്ല, ഭയങ്കര കോൾഡും ഇല്ല. ചെറുക്കൻ ഈസ് എക്സൈറ്റഡ്. കോസ്റ്റ്യൂം ചേഞ്ചിന് ശേഷം കിടക്കുന്ന മൈക്കിൾ ആൻഡ് അപ്പ. മൈക്കിൾ സേ ഹായ്. ഹായ് ഹായ്. ബീച്ചാണോ ഇത്? അങ്ങനെ കുറച്ച് ബീച്ചിലെ വെള്ളാർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കഴിച്ച്. ഓൾമോസ്റ്റ് 5-6 PM ഹിയർ. ഇരുട്ടത്തില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. So we will stroll through the remaining part of the town and catch the return train from here to London. Yeah. Michael, are you going to Peppa Pig? George and Peppa. Michael, George. നൈറ്റ് ക്ലബും നൈറ്റ് പാർട്ടികളും ഒക്കെ ലൈവായി ഗൈസ്. ഇവിടെ ഫുൾ പാർട്ടി മോഡാണ്, വീക്കെൻഡ് ആയതുകൊണ്ട്. ഇതൊരു നൈസ് റെസ്റ്റോ ബാറാണ്.
ഫുള്ള് പാർട്ടി ക്ലബ്സ് ആണ് ഗൈസ് ഇവിടെ. ബിയർ പാർട്ടി, പിന്നെ ലേസർ ടാഗ്, അങ്ങനെ എല്ലാ ഗെയിം പരിപാടികളെല്ലാം ഉണ്ട്. ഭയങ്കര സുലഭമായിട്ട് ഇവിടെ ITI വന്നിട്ടുണ്ടല്ലേ റീസെൻ്റ്ലി. കഴിഞ്ഞ 2023 വന്നപ്പോൾ നമ്മൾ IKEA ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ബ്രൈറ്റണിൽ. അതിൻ്റെ ഇടയ്ക്കൊരു പഴയ ഗോത്തിക് സ്ട്രക്ചറിലുള്ളൊരു ചർച്ചുണ്ട്, സെയിൻറ്റ് പോൾസ് ചർച്ച്. ഇതൊരു ഹൈ സ്ട്രീറ്റാണ് ഗൈസ്. ഫുള്ള് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഐസ്ക്രീം കടകളും എല്ലാമാണ്. ഫുള്ള് വൈബാണ്. ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ആലിവീസ് ഉണ്ട് ഇവിടെ, where you can find exotic people and exotic shops. പബ് ഹോപ്പിങ്ങിന് പോകാൻ പറ്റിയ റൂട്ടാണ്. ബാക്ക് ടു ബാക്ക് പബ്സും സൈഡ് ടു സൈഡ് എല്ലാ സൈഡിലും. അതെ, കൊച്ചുങ്ങളായിട്ടൊന്നും നടക്കില്ല. അതെ, എല്ലാ കപ്പിളായിട്ടിരിക്കുമോ സിംഗിളായിട്ടിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേ പറ്റും. ഇവിടെ മുഴുവൻ പിസാൻ ജോയിൻസ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഫാറ്റ് സ്പൈഡർമാനെ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വെറൈറ്റി ഷോപ്പിൽ കയറി ഗൈസ്. ഫുൾ കളർഫുൾ ഐറ്റംസ് ആണ്. ബാഗുകളും എല്ലാം പൊളിയായിട്ടുണ്ട്. ഹിറ്റ് ടോട്ട് ബാഗ് കൊള്ളാം. സോക്സുകളും കൊള്ളാം. ഫ്രീക്ക് കട കയറി നമ്മളവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുന്നു. വി ആർ ക്ലോസ് ടു സ്റ്റേഷൻ സംവെയർ. ടിയാക്കാക്ക ലുബാബുവിൻ്റെ വേറെ വെർഷനാന്ന് തോന്നല്. ലുബാബു ഫ്രൈഡേ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം സ്റ്റേഷൻ കയറി വേറെ സ്ഥലത്ത് പോകുന്നുമുണ്ട്. അതുപോലെ ആൾക്കാർ ബ്രൈറ്റണിലോട്ട് വരുന്നുമുണ്ട്. പ്രോബ്ലി ഫ്രൈഡേ ആയതുകൊണ്ടും ഫുൾ ഒരുപാട് പാർട്ടിയും പരിപാടികളും ഒക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ബാക്ക് അറ്റ് ദ സ്റ്റേഷൻ ഗൈസ്. നമ്മളിനിയും ലണ്ടനുള്ള ട്രെയിൻ ബോർഡ് ചെയ്യാൻ പോണു. അങ്ങനെ ബ്രൈറ്റണിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു കയറി ഗൈസ്. ഈ വേളയിൽ നമ്മൾ പ്രീവിയസ്ലി ബ്രൈറ്റണിന് പോയ യാത്രയാണ് ഓർമ്മ വരുന്നത്. താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ആ ഓർമ്മ ഒരു വല്ലാത്ത ഓർമ്മയാണ് ഗൈസ്. എൻ്റെ പൊന്നെ, എത്ര ട്രെയിനാ ഇവിടെ. 2-3 ട്രെയിൻ ക്യാൻസൽ ചെയ്ത അവസാനം 8:45 ഒരു ട്രെയിന് കയറിയിരുന്നു. 7:30 വന്നപ്പോൾ 11:45. അന്ന് മൈക്കിളിന് 5-6 മാസം പ്രായം. That was an insane memory. Going back after a quick trip to Brighton. ബേബി ചേഞ്ചിങ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് കൊച്ചിൻ്റെ സോയിൽഡ് പാമ്പേഴ്സ് ഒക്കെ മാറ്റാൻ സൗകര്യമുണ്ട്. അതൊക്കെ മച്ച് നീഡഡാണ്. അതിനൊക്കെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. ഡെവലപ്പിംഗ് രാജ്യങ്ങളിലൊക്കെ ദാറ്റ് ഈസ് മച്ച് റിക്വയർഡ്. ശൗചാലയം പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മച്ച് നീഡഡ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഗുഡ് വെതറായിരുന്നു ഇന്ന്. വിസ അപ്പോയിൻമെൻ്റ് എല്ലാം ക്ലിയറായിട്ട് കഴിഞ്ഞു. ആൻഡ് ഒരു സഡൻ പ്ലാനിൽ ബ്രൈറ്റൺ വരെ പോയി ബീച്ചിൽ പോയി ഒന്ന് ഇറങ്ങി ചില്ല് ചെയ്തു.
came back at Maidenhead. So it was a good day today. And വീണ്ടും ഒരു പരിപാടിയായിട്ട് വരുന്നതിലേക്കും ബൈ ബൈ.